പ്രകൃതി ഒരു ശില്പിയായി മാറിയാൽ എങ്ങനെയിരിക്കും? കാറ്റും മഴയും മഞ്ഞും ചേർന്ന് കോടിക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് കൊത്തിയെടുത്ത ഒരു അത്ഭുത നഗരം. അതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വെൽക്കം ടു ബ്രൈസ് കാനിയൻ നാഷണൽ പാർക്ക്. പേരിൽ കാനിയൻ എന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു കാനിയൻ അല്ല. പ്രകൃതിദത്തമായി രൂപപ്പെട്ട ഒരു വലിയ ആംഫി തിയേറ്ററാണ് നമ്മൾ ഈ കാണുന്നത്. ബ്രൈസ് കാനിയനിലെ യാത്ര ഒരിക്കലും പൂർണ്ണമാകില്ല. ഇവിടത്തെ ഒരു പ്രഭാതം കണ്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് സൺറൈസ് പോയിന്റിൽ നിന്നുള്ള ആ കാഴ്ച, അതിരാവിലെ സൂര്യൻ്റെ ആദ്യത്തെ കിരണങ്ങൾ ഈ താഴ്വരയിലേക്ക് പതിക്കുമ്പോൾ ഈ ചുവന്ന പാറക്കൂട്ടങ്ങൾ മുഴുവൻ സ്വർണം പൂശിയ പോലെ തിളങ്ങാൻ തുടങ്ങും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഈ താഴ്വര ഉണരുന്ന ആ നിമിഷം, അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ കൂറ്റൻ പാറത്തൂണുകളാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹുഡൂസ്. ലോകത്തിൽ മറ്റെവിടെയുമില്ലാത്തത്ര ഹുഡൂസുകൾ ഇവിടെയുണ്ട്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ വരി വരിയായി നിൽക്കുന്നത് പോലെ തോന്നും. ഓരോ ഹുഡുവിനും ഓരോ രൂപമാണ്, ഓരോ ഭാവമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി മഴവെള്ളം ഐസായി മാറിയും പിന്നീട് ഉരുകിയും ഈ പാറകളിൽ നടത്തിയ മാന്ത്രിക വിദ്യയാണ് ഈ കാണുന്ന രൂപങ്ങളെല്ലാം. മുകളിൽ നിന്നും താഴേക്ക് നോക്കുന്നതിനേക്കാൾ ത്രില്ലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നടക്കുന്നത്. ഇതിലെ നവാഹോ ലൂപ്പ് ട്രെയിലിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ തോന്നും. ഈ കൂറ്റൻ പാറ തൂണുകൾക്കിടയിലൂടെ ആ നടപ്പ് പ്രകൃതിയുടെ വലിപ്പത്തിനു മുന്നിൽ നമ്മൾ എത്ര ചെറുതാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ നിമിഷവും നിറം മാറുന്ന ബ്രൈസ് കാനിയൻ ശരിക്കും ഒരു വിസ്മയം തന്നെയാണ്. പ്രകൃതി കൊത്തിയെടുത്ത ഈ ശില്പനഗരത്തിലെ കാഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ട്രാവൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു യാത്രയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.